മറ്റ് ചില വാർത്തകളിലേക്ക് കൂടി നമുക്ക് പോകാം. ശബരിമല തന്ത്രി നിയമനത്തിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാകും. കണ്ഠരര് രാജീവരരുടെ മകൻ ബ്രഹ്മദത്തനെ ശബരിമല തന്ത്രിയായി നിയോഗിച്ചേക്കും. ഇന്ന് ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം സ്വീകരിക്കും. തന്ത്രിയാകാൻ ബ്രഹ്മദത്തൻ യോഗ്യനെന്നാണ് ഇന്നലെ ചേർന്ന വിദഗ്ധ സമിതി അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ദേവൻ ചേരുന്നുണ്ട്. ദേവൻ, 3 പ്രമുഖ തന്ത്രിമാരുടെ ഒരു സമിതിയെ വെച്ച് ആ വിദഗ്ധ സമിതി തീരുമാനങ്ങൾ എടുക്കുന്നു എന്നായിരുന്നല്ലോ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. അങ്ങനെയാണോ ഇപ്പോൾ ഈ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്? ഹർഷൻ, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് അക്കിരമൺ കാളിദാസ ഭട്ടതിരി, ഒപ്പം തന്നെ തറയിൽ കുഴിക്കാട്ട് അഗ്നിശർമ്മൻ വാസുദേവൻ നമ്പൂതിരി, ഒപ്പം തന്നെ കടയ്ക്കോൽ സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നീ 3 പേരടങ്ങുന്ന സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒപ്പം തന്നെ മറ്റു ബോർഡംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ താന്ത്രിക വിധി പ്രകാരമുള്ള പരിജ്ഞാനം തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തനുണ്ടെന്നും അക്കാര്യത്തിൽ മുൻപും ശബരിമലയിൽ പല പൂജകൾക്കായി പിതാവിനോടൊപ്പം സഹായിയായി എത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ അക്കിരമൺ കാളിദാസ ഭട്ടതിരി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ബ്രഹ്മദത്തിന് ശബരിമല തന്ത്രിയാകാനുള്ള യോഗ്യത ഉണ്ടെന്നുള്ള കാര്യം ദേവസ്വം ബോർഡിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായിട്ട് മാത്രമല്ല, തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തനുമായും ഈ 3 സമിതി ഒരു നേരിട്ട കൂടിക്കാഴ്ച നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ദേവസ്വം ബോർഡ് എത്തുന്നത്. ഇന്ന് ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ഈ പറയുന്നത് പോലെ തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളും. പക്ഷേ അത് ഈ പറയുന്ന പോലെ തന്നെ സ്പെഷ്യൽ കമ്മീഷണർ മുഖേന ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യും. നേരത്തെ തന്നെയും തന്ത്രി കണ്ഠര് രാജീവര് ഈ അനാരോഗ്യം മൂലം ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുമ്പോൾ തന്ത്രി സ്ഥാനത്തേക്ക് താനില്ല എന്നും പകരം മകന് ചുമതല നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ കത്ത് ലഭിച്ച സമയത്ത് തന്നെ ദേവസ്വം ബോർഡ് ഈ കാര്യം നേരിട്ട് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹൈക്കോടതി ഈ കാര്യത്തിൽ തീരുമാനം ദേവസ്വം ബോർഡിന് കൈക്കൊള്ളാം എന്നുള്ള കാര്യത്തിൽ തിരിച്ചൊരു മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭാവിയിൽ ഏതെങ്കിലും തരത്തിലൊരു നിയമ കുരുക്കുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിയമപരമായി ഈ കാര്യത്തിൽ ഒരു ചോദ്യം ചെയ്യലോ ദേവസ്വം ബോർഡിന് നേരിടേണ്ടി വന്നേക്കാം. ആ ഒരു കാര്യം പരിഗണിച്ചുകൊണ്ടാണ് ഇതിനൊരു വിദഗ്ധ സമിതിയെ കൂടി പരിഗണിച്ച് അവരുടെ കൂടി അഭിപ്രായം കേട്ടുകൊണ്ട് മാത്രം മതി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന 3 സമിതിയെ നിയോഗിച്ചതും അവരുടെ അഭിപ്രായം കേട്ടതും. ഏതായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ അന്തിമ തീരുമാനം ഇന്ന് ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ഉണ്ടാകും. ആ ദേവസ്വം ബോർഡിന്റെ തീരുമാനം സ്പെഷ്യൽ കമ്മീഷണർ മുഖാന്തരം ഹൈക്കോടതി അറിയിക്കുകയും ചെയ്യും. ഏതായാലും ഈ ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുമ്പോൾ തന്ത്രിയായി കണ്ഠരര് ബ്രഹ്മദത്തൻ എത്തുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം ധാരണയായിട്ടുണ്ട്. ഹർഷൻ, ദേവനാണ് വിവരങ്ങൾ നൽകിയത്.